ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പാ ചെയ്യാൻ വന്നതാണ് കേട്ടോ. വെറും സ്പാ അല്ല, അത് ഓർഗാനിക് ആയിട്ടുള്ള സ്പായാണ്. എനിക്ക് തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. പക്ഷെ എല്ലായിടത്തും നോക്കുമ്പോൾ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർഗാനിക് ആയിട്ട് കെമിക്കലില്ലാതെ ചെയ്യുന്ന സ്പായാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ഗൗണും കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് ഗ്രീൻ ടീ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ ടീ കുടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നപ്പോൾ തന്നെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ആദ്യം നമ്മുടെ ഹെയറും ഫേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അവിടെ കോസ്മെറ്റോളജിസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ ചെക്ക് ചെയ്യുക. അവർ ലാബിലൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പറയുക. അപ്പോൾ എൻ്റെ തലയിൽ നല്ല പോലെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം കേട്ടോ ഈ വീഡിയോയിൽ തന്നെ. അതേപോലെ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഹെയർ ഫോളും ഉണ്ട്. അപ്പോൾ പക്ഷെ ഗ്രോത്ത് ഉണ്ട് കണ്ടോ. ഡാൻഡ്രഫ് അത്രയ്ക്ക് അധികമാണ്. ആദ്യം അവരൊരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഡാൻഡ്രഫ് മുഴുവൻ ഇളക്കി കളയൂട്ടോ. ഓരോ പാർട്സ് എടുത്തിട്ട് ഇളക്കി കളയൂട്ടോ. എല്ലാ ഭാഗത്തേക്കും അവരുടെ അങ്ങനെ ഇളക്കി കളഞ്ഞിട്ടാണ് അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവരുടെ തന്നെ ഓയിലാണ് കേട്ടോ ഇവർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ ഇവിടെ ഇത് കൂടാണ്ട് പല ട്രീറ്റ്മെൻറ്റ്, അതായത് പെഡിക്യൂർ, മാനിക്യൂർ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവരൊരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഡാൻഡ്രഫ് എല്ലാം കരിയിച്ച് കളയും കേട്ടോ. ഇതൊരു ചെറിയൊരു തരിപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കത് കുഴപ്പമില്ല. ഞാൻ മുമ്പും ഇങ്ങനെ ഹെയർ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും ഇവിടെ. പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ പാർട്സ് ആയിട്ട് എടുത്തിട്ട് ഇവരുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുന്ന ടൈം 1 ഹവറാണ്. 1 ഹവറിനുള്ളിൽ ഇവരിത് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് അവർ ഓയിൽ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പായിൽ മസാജ് ചെയ്യാനാണ്. നിങ്ങൾ ആരെങ്കിലും സ്പാ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസാജ് ചെയ്യണം. ഇവർ വാം ലൈറ്റിലാണ് ഒരു മസാജ് ചെയ്യണേ. നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ വെച്ച് നല്ല നമ്മളെ റിലാക്സ് ആക്കും കേട്ടോ. ശരിക്കും നിങ്ങൾ വിചാരിക്കും നല്ല പ്രൈസ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കെമിക്കൽ ഇല്ലാണ്ട് മസാജ് ചെയ്യും. സാധാരണ സലൂണിൽ മേടിക്കുന്ന അത്ര പൈസ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. അതേപോലെ നല്ലപോലെ ആ ചേച്ചി മസാജ് ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരും. കാരണം നല്ല റിലാക്സ് ആവും. നമ്മൾ ഈ വർക്ക് പ്രഷറിനൊക്കെ ഉള്ളിൽ ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്പാ എടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ അത് ഹെയർ ഗ്രോത്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ, തല മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിനും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ചേച്ചി നല്ലപോലെ മസാജ് ചെയ്ത് തരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, നന്നായി റിലാക്സ് ചെയ്തു കേട്ടോ. അതേപോലെ നെക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട്. പിന്നെ ഈ സാധനം തലയിൽ വെച്ചപ്പോൾ എന്തൊരു തണവാണെന്നറിയും. ഇത് ഞാൻ ഓൺലൈനിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട്, പക്ഷെ നല്ല തണവുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ തന്നെ ഒരു ഓയിലുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ പ്രൊഡക്റ്റ്സ് എല്ലാം. കാരണം നല്ലതായിരുന്നു, നല്ല സ്മെല്ലുണ്ട് മുടിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഡ്രോപ്സ്, ഒരു 10-12 ഡ്രോപ്സ് നമ്മുടെ തലയിൽ ഒട്ടിച്ചിട്ട് അത് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യിക്കും. അതിന് ശേഷം ഇവരുടെ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാസ്കും നല്ല തണവായിരുന്നു കേട്ടോ. നല്ല തണവാണ്, നല്ല നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, നല്ല കൂളിംഗ് ആയിരിക്കും നമ്മുടെ ഹെയറും. അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് അത് നമ്മളൊരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് സ്പാ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര പ്രഷറൊക്കെ എടുത്തിട്ട് നമ്മൾ എപ്പോഴെങ്കിലും വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് സ്പാ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ബോഡിക്കും മൈൻഡിനും നല്ലതാണ് കേട്ടോ.
എന്നിട്ട് ഒരു ഫുള്ള് ഇതൊക്കെ ചെയ്തിട്ട് ഒരു ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് വെക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി ഒന്ന് മസാജ് ചെയ്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വാഷ് ചെയ്യണ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. എന്നിട്ടൊന്ന് ഇങ്ങനെ അവർ വാഷ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ഒക്കെ ചെയ്തിട്ട് സ്ട്രൈറ്റ് ചെയ്യും. ഡ്രൈ ചെയ്യാത്തവർക്ക് ചെയ്യണ്ട, ഡ്രൈ ചെയ്യുന്നത് സെറ്റ് ചെയ്ത് കിടക്കുന്നവർക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അവരുടെ പ്രൊഡക്ട്സും നല്ല പ്രൊഡക്ട്സാണ്. ഞാൻ വാങ്ങിയത് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഓർഗാനിക് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സും കൂടെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു പോയത്. ഇതേപോലെ തന്നെ അവരുടെ ഫേസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇവരുടെ ഫേസിൽ ചെയ്തത് കൂടി കാണിക്കാം. ടാൻ പോകാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്നൊരു ഫീലാണ് കേട്ടോ. നമ്മുടെ കുരിയച്ചിറ കല്യാണിൻ്റെ ഗോഡൗണിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ ബൈ.